മുമ്പൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്ന പ്രോഗ്രാംസ് വരുമ്പോൾ ആ ഒരു ഗിഫ്റ്റ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാനുള്ള ബോക്സിന് വേണ്ടിയിട്ട് ഷോപ്പിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റിനേക്കാളും വലിയ ബോക്സ് ആയിരിക്കും അവർ കാണിച്ചു തരിക, അതല്ലെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും. എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ തന്നെ ഒരു അഭംഗിയായിട്ട് തോന്നുമല്ലേ. അപ്പോൾ അതുപോലെയുള്ള അവസരങ്ങളൊക്കെ ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള DIYs ഒക്കെ എത്ര ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഗിഫ്റ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചും ഏത് മോഡൽ വേണമെങ്കിലും ചെയ്തെടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യം തന്നെയല്ലേ. അപ്പം ഞാൻ കുറച്ച് ഹാർട്ട്സൊക്കെ ഇതിൽ വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ കവറിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ഡിസൈൻസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു OHP ഷീറ്റ് ഇതുപോലെ റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മറന്നുപോയി. നമ്മൾ ഈ ഒരു പേപ്പർ ഫോൾഡ് ചെയ്തെടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഷീറ്റ് കട്ട് ചെയ്തതിന് ശേഷം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുത്തോ. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ.